കോവിഡിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്നും ലോകം സാധാരണ നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കെ ലോകരാജ്യങ്ങളെ വീണ്ടും ഭീതിയിലാക്കുന്ന ഒരു വൈറസ് സാന്നിധ്യം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ചൈനയിൽ റിപ്പോർട്ട് ചെയ്തത്. കോവിഡിന് സമാനമായി ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ഇന്ത്യയിലും സ്ഥിരീകരിച്ചിരിക്കുന്നു. ബംഗളൂരുവിൽ 8 മാസം പ്രായമായ ആൺകുഞ്ഞിനാണ് ഇന്ത്യ രാജ്യത്ത് ആദ്യമായി രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. പിന്നാലെ 3 മാസം പ്രായമുള്ള പെൺകുഞ്ഞിനും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ രോഗം ആദ്യം സ്ഥിരീകരിച്ചത് ബംഗളൂരുവിലാണെങ്കിൽ പിന്നീട് ഇപ്പോൾ ഈ സമയമെല്ലാം രാജസ്ഥാനിലടക്കം നിരവധി ഇടങ്ങളിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ രോഗം സ്ഥിരീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഭീതിദായകമായ ഒരു അന്തരീക്ഷം തന്നെയാണ്. കുട്ടികൾക്ക് വിദേശയാത്രാ പശ്ചാത്തലം ഇല്ല എന്നത് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യവും കൂടിയാണ്. പിന്നെ എങ്ങനെ അവർക്ക് ഈ അസുഖം ബാധിച്ചു? ശ്വാസകോശങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന അണുബാധയാണ് HMPV അഥവാ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ്. ന്യൂമോണിയ വിഭാഗത്തിൽപ്പെട്ട രോഗമായാണ് ഇതിനെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. കുട്ടികൾ, പ്രായമായവർ തുടങ്ങി എല്ലാ പ്രായത്തിലുള്ളവരെയും ഈ രോഗം ബാധിക്കാമെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. 2001 ഡച്ച് ഗവേഷകരാണ് ഇത് ആദ്യമായി കണ്ടെത്തിയത്. ശ്വാസകോശ സംബന്ധമായ അണുബാധകൾക്ക് സമാനമാണ് HMPVയുടെ ലക്ഷണങ്ങൾ. പനി, ചുമ, ജലദോഷം, തൊണ്ടവേദന, ശ്വാസതടസ്സം എന്നിവയാണ് സാധാരണ ലക്ഷണങ്ങൾ. വൈറസ് ബാധ ഗുരുതരമാകുന്നത് ന്യൂമോണിയ പോലുള്ള അവസ്ഥയ്ക്ക് കാരണമായേക്കാം. HMPVയുടെ ഇൻക്യുബേഷൻ കാലയളവ് സാധാരണയായി 3 മുതൽ 6 ദിവസം വരെയാണ്. അണുബാധയുടെ തീവ്രതയനുസരിച്ച് രോഗലക്ഷണങ്ങളുടെ കാലയളവ് നീണ്ടു നിൽക്കും. പ്രതിവിധികൾ കൊറോണയ്ക്ക് സമാനം തന്നെയാണ്. സോപ്പ് ഉപയോഗിച്ച് കൈകൾ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കുക. കുറഞ്ഞത് 20 സെക്കൻഡെങ്കിലും എടുത്തു വേണം കൈകൾ കഴുകാൻ. വൃത്തിയാക്കുന്നതിന് മുമ്പ് കൈകൾ ഉപയോഗിച്ച് ഇടയ്ക്കിടയ്ക്ക് മുഖത്ത് സ്പർശിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രോഗലക്ഷണങ്ങൾ ഉള്ളവരുമായി സുരക്ഷിതമായ അകലം പാലിക്കുക. തിരക്കുള്ള സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുക. തുടർച്ചയായി ഉപയോഗിക്കുന്ന വസ്തുക്കളും സ്ഥലങ്ങളും വൃത്തിയായി സൂക്ഷിക്കുക. ഇതൊക്കെ തന്നെയാണ് രോഗപ്രതിരോധ മാർഗങ്ങൾ. പടരാനും പടർന്നു പന്തലിക്കാനുമൊക്കെ സാധ്യത വിദഗ്ധർ ഈ രോഗത്തെയും കാണുന്നുണ്ട്. കൊറോണ പോലെ, കോവിഡ് പോലെ രാജ്യത്താകമാനം, ലോകത്താകമാനം വലിയ ഒരു സ്പ്രെഡായി മാറാൻ ഈ രോഗത്തിന് സാധ്യതയുമുണ്ട്. ശ്രദ്ധിക്കേണ്ടത് ഓരോരുത്തരുമാണ്. ഇതൊരു മുന്നറിയിപ്പാണ്. തുടക്കത്തിലേ നൽകുന്ന പ്രതിരോധ മാർഗങ്ങൾക്ക് വേണ്ടി തയ്യാറാവാൻ ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു അറിയിപ്പ് കൂടിയായി ഇതിനെ എടുക്കാം. ചൈനയിലെ ആശുപത്രികൾ രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. കൊറോണ തുടങ്ങിയതും ചൈനയിൽ നിന്നായിരുന്നു. വൈറസ് ബാധിച്ച് നിരവധി മരണങ്ങൾ അവിടെ സംഭവിച്ചതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ചൈനീസ് സർക്കാരോ ലോകാരോഗ്യ സംഘടനയോ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ രോഗം പലയിടങ്ങളിലും എത്തിച്ചേർന്നു എന്നുള്ളതാണ് കൃത്യമായി ലഭിക്കുന്ന വിവരം. ആർക്കു വേണ്ടിയും കാത്തു നിൽക്കേണ്ടതില്ല. നാം സ്വീകരിക്കേണ്ട പ്രതിരോധ മാർഗങ്ങൾ ഇപ്പോൾ മുതൽ തന്നെ സ്വീകരിച്ചു തുടങ്ങാം. വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.